ഹലോ കൂട്ടുകാരെ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എൻ്റെ കുറച്ച് പച്ചക്കറി കൃഷിയാണേ കാണിക്കണ. തോനെയൊന്നുമില്ല, കുറച്ച് കാബേജാണേ. കാബേജ് കുറച്ചൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ് ഇനിയും കുറച്ചൊക്കെ ഉണ്ട്. അപ്പം മഴയായപ്പോൾ നമ്മളിട്ട വളമെല്ലാം അങ്ങ് പോയി. അപ്പം ഇന്നെത്തി നല്ല കാലാവസ്ഥ, വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കാബേജിനൊക്കെ എത്തി വളം കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കണേ. എന്നും പൂക്കളല്ലേ കാണിക്കണത്, നമുക്ക് പച്ചക്കറി വേണമല്ലോ. കൂട്ടുകാരെല്ലാവരും ഇതുപോലെ കുറേശ്ശെ ആയാലും ചെയ്യണേ. കാബേജ് നന്നായിട്ട് നമ്മളതിൽ പിടിക്കും കേട്ടോ. കാബേജ്, കോളിഫ്ലവറൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഒക്കെ. അപ്പോൾ നമുക്ക് വളം ഇട്ട് കൊടുക്കേ. ഇത്തിരി ചാണകപ്പൊടിയും ചാമ്പലും കമ്പോസ്റ്റുമാണ് ഇട്ട് കൊടുക്കണം. ഇത് മതി. ഇത് തന്നെ ഇതിന് നല്ല, അല്ലാതെ ഒരു വളവും നമ്മൾ ഇടൂല. നമുക്ക് കാബേജ് ചെറുതായിരിക്കും കിട്ടണത്, എന്നാലും നമുക്കത് മതി, നല്ലത് കിട്ടുമല്ലോ. ചെറിയ ചെറിയ ഒച്ചിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ചാമ്പലൂടെ അതാണ് ഇടുന്നത്. ചാമ്പലിടുമ്പോൾ കുഞ്ഞൊച്ച് അപ്പോൾ വലിയ ശല്യമില്ല. കണ്ട, ഇതൊക്കെ ഇനി അടുത്ത് നമുക്ക് വിളവെടുക്കാനുള്ളതാണ്. അടുത്ത് ആയി വരണതാണേ. ഇതും അങ്ങനെ, ഇത് നല്ല കൂടി നല്ല ഇതായി. ആദ്യത്തത് ഞാൻ കാണിച്ചത് എടുക്കാറായി വരെയാണ്. എൻ്റെ ഇല കൂടി നല്ല ഭംഗിക്ക് വരണം. ഇത് കഴിയുമ്പോൾ നമ്മൾ കാബേജ് മുറിച്ചെടുത്ത് കഴിയുമ്പം അതിനെ പകുതി വെച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് മാറ്റി അവിടെ തന്നെ അങ്ങനെ തന്നെ നിർത്തിയേക്കണം. ഇത് പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പം അതിൽ നിന്ന് നിറയെ തൈകൾ പൊട്ടി വരും, ശിഖരങ്ങൾ പൊട്ടി വരും. അതിനെ നമുക്ക് വീണ്ടും വേറൊരു പോട്ടിലോട്ട് ആ ശിഖരം നിർത്ത് വെച്ച് നമുക്കൊരു തൈയാക്കി മാറ്റാം. അത് തന്നെ നമുക്ക് വീണ്ടും കാബേജായിട്ട് നമുക്ക് കിട്ടും. കോളിഫ്ലവറും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അങ്ങനെ ചെയ്യാം. വീണ്ടും നമുക്ക് ഇതിൽ നിന്ന് തന്നെ തൈ എടുക്കാം. വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.